നമസ്കാരം. തമിഴ്നാട്ടിൽ നിന്നും പുതുച്ചേരിയിൽ നിന്നുമുള്ള 1400 പ്രമുഖർ പങ്കെടുക്കുന്ന കാശി തമിഴ് സംഗമത്തിന്റെ രണ്ടാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. AI സഹായത്തോടെയായിരുന്നു മോദിയുടെ പ്രസംഗം. മോദിയുടെ പ്രസംഗം തത്സമയം AI സഹായത്തോടെ തമിഴിലേക്ക് വിവർത്തനം ചെയ്തു. നിങ്ങൾ എല്ലാവരും വെറും അതിഥികൾ എന്നതിലുപരി കുടുംബത്തിലെ അംഗങ്ങളായാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാശി തമിഴ് സംഗമത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കാശി തമിഴ് സംഗമത്തിൽ കർഷകർ, കലാകാരന്മാർ, വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ നിന്ന് കാശിയിൽ വരിക എന്നതിനർത്ഥം മഹാദേവന്റെ ഒരു വീട്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് വരിക എന്നാണ്. കാശിയിലെയും തമിഴ്നാട്ടിലെയും ആളുകളുടെ ഹൃദയങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. നിങ്ങൾ മടങ്ങുമ്പോൾ കാശിയുടെ സംസ്കാരവും രുചിയും ഓർമ്മകളും നിങ്ങളോടൊപ്പം കൊണ്ടുപോകണമെന്നും ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതം എന്ന ആശയത്തെ സംഗമം ശക്തിപ്പെടുത്തുന്നുണ്ടെന്നും മോദി പറഞ്ഞു. വിജയകരമായ പദ്ധതികൾ പൗരന്മാരിൽ ഉടമസ്ഥാബോധം സൃഷ്ടിക്കുന്നുവെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു. വായ്പയും മറ്റു സൗകര്യങ്ങളും ലഭിക്കുന്ന ഒരാൾക്ക് ഇത് തന്റെ രാജ്യം, റെയിൽവേ, ഓഫീസ്, ആശുപത്രി എന്നിങ്ങനെയാണ് തോന്നുന്നത്. ഉടമസ്ഥത എന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹവും ഉദിക്കുന്നു, പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ഇത് വരും തലമുറയ്ക്ക് നല്ല ഭാവിക്കായി ജനങ്ങളിൽ ആത്മവിശ്വാസം പകരും. വിഷിത് ഭാരതിന്റെ വിത്ത് പാകിയാൽ അടുത്ത 25 വർഷത്തെ ഫലം നമ്മുടെ ഭാവി തലമുറകൾ കൊയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ ഇന്ത്യക്കാരനും ഇന്ന് ഈ ചിന്തയും ദൃഢനിശ്ചയവും ആവശ്യമാണ്. വിഷിത് ഭാരത് സങ്കൽപ് യാത്ര ഒരു ദേശീയ ഉദ്യമമാണെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രവർത്തനമല്ല, പവിത്രമായ കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിൽ ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കണം. പത്രങ്ങളിൽ വായിച്ചുകൊണ്ട് ഒരാൾ തൃപ്തനാണെങ്കിൽ അയാൾക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെടും, പ്രധാനമന്ത്രി പറഞ്ഞു. യാത്രയുടെ വിവിധ തലങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അദ്ദേഹം വ്യക്തിപരമായ സംതൃപ്തിയും പ്രകടിപ്പിച്ചു. സാമ്പത്തികമായി ശക്തമാകുന്ന ഒരു വിഷിത് ഭാരത് അതിലെ പൗരന്മാരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം ഉപസംഹരിച്ചു. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള പാത വിഷിത് ഭാരതിന്റെ പ്രമേയത്തിലൂടെ കടന്നുപോകുന്നു. നിങ്ങളുടെ പ്രതിനിധി എന്ന നിലയിലും നിങ്ങൾ നൽകിയ ദേശീയ ഉത്തരവാദിത്വത്തിനും വേണ്ടി ഞാൻ ഒരു ശ്രമവും ഒഴിവാക്കിയില്ലെന്ന് കാശിയിലെ ജനങ്ങൾക്ക് ഞാൻ ഉറപ്പു നൽകുന്നു, അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചടങ്ങിൽ സദസ്സിനെ അഭിസംബോധന ചെയ്തു. ഏകദേശം 1400 പേരടങ്ങുന്ന തമിഴ് പ്രതിനിധി സംഘം കാശിയിൽ താമസിച്ച ശേഷം പ്രയാഗ്രാജും അയോധ്യയും സന്ദർശിക്കും. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെടുക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.